പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഉലുവാപ്പാലാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണല്ലോ ഉലുവാപ്പാൽ. അപ്പം ഞാനിത് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി. അപ്പോൾ ഇന്നിപ്പോൾ ഞാനതാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ഉലുവ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തോടെ തന്നെയാണ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഞാനിതൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തോടെ തന്നെ ഇതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ഹോഴ്സിൻ്റെ നല്ലൊരു ശർക്കരയാണ് കേട്ടോ. ഇതിൽ അഴുക്കോ മണ്ണോ പൊടിയോ ഒന്നുമില്ല കേട്ടോ. ഞാനിതാണ് അധികവും ഞാൻ ഉപയോഗിക്കുന്നത്. ശർക്കര ഉപയോഗിച്ചുള്ള എല്ലാ ഐറ്റംസും എനിക്ക് അത്ര താല്പര്യമില്ലാത്തതാണ് കേട്ടോ. പഞ്ചസാരയാണ് ചേർക്കുന്നത്. പക്ഷേ ഇതിന് നമുക്ക് പഞ്ചസാര പറ്റില്ല, ശർക്കര തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഈ പൊടി ശർക്കരയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇതിന് 1 കപ്പ് ശർക്കര ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിൽ. കാരണം നമ്മുടെ ഈ ഉലുവ വെന്ത് വരുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്കിത് ലൂസാക്കാനായിട്ട് തേങ്ങാപ്പാലും ഈ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ഇതിവിടെ നന്നായിട്ട് ശർക്കര ഉരുകി വരും. പൊടി ശർക്കര ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഒട്ടും മണ്ണോ അഴുക്കോ ഒന്നും കാണില്ല കേട്ടോ ഇതിനകത്ത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇത് തന്നെ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ 4 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഉലുവ ഇവിടെ വെന്തിട്ടുണ്ട്. എയറൊക്കെ പോയി കുക്കർ തുറന്നിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മുടെ ഉലുവ ഇവിടെ വെന്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കണം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഉലുവ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ വലിയ ജാറായതുകൊണ്ട് തന്നെ ഒറ്റ ബാച്ച് കൊണ്ട് തന്നെ എനിക്കിത് അരച്ചെടുക്കാൻ പറ്റി. ഇതേ കണ്ടോ, നല്ല കട്ടിയായിട്ടാണിത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആദ്യം ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. അത് കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഈ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമുക്കിത് കലക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ അത് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചൊഴിച്ചിട്ട് ഒന്ന് കലങ്ങി വന്നതിന് ശേഷം ബാക്കി തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഒരു പായസമൊക്കെ വെച്ച ആ ഒരു പ്രതീതിയാണ് കേട്ടോ നമുക്ക്. നല്ലതുപോലെ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾ പോലും ഇഷ്ടം പോലെ ഒരു ഐസ്ക്രീം ആണെന്നൊക്കെ പറഞ്ഞ് വേണേൽ നമുക്കവർക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു ടേസ്റ്റാണ്. ഒരു കുഞ്ഞൊരു കമർപ്പ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതാ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഇതുപോലെ തന്നെ കുറേശ്ശെയായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലായിടത്തേക്കും ഇത് എത്തണമല്ലോ. നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ അതേ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഉലുവാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഐസ്ക്രീം കപ്പിലേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിനി
ഇതിൻ്റെ ബാക്കിയായിട്ട് കാണിക്കുന്നത് ഞാൻ ഉലുവ കൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഉലുവ നമുക്ക് ഏതെല്ലാം തരത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നൊരു കുറേ ടിപ്സുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമുക്കിത് തുടർന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ബോറായിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഞാനിത് ഏതെല്ലാം തരത്തിലാണെന്ന് അറിയാമോ ഈ ഉലുവ ഉപയോഗിക്കുന്നത്? ഞാൻ സാധാരണ നമുക്ക് ഈ ദഹനം കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ചില സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നത് 1 ടീസ്പൂൺ ഉലുവ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും കേട്ടോ. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുറച്ച് വീതം 1/2 ഗ്ലാസ് കുടിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖമാണ് കിട്ടുന്നത്. ഓവറായിട്ട് കഴിക്കരുത്. ഉലുവ ഓവറായിട്ട് കഴിച്ചാലും പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ പറഞ്ഞ ഉലുവാപ്പാലില്ലേ, അത് നമ്മൾ കഴിക്കുന്ന 1 ഗ്ലാസ്സിൽ കൂടുതൽ കഴിക്കരുത് കേട്ടോ. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കറികൾക്കൊക്കെ ആണെങ്കിലും അറിയാലോ, ഇഞ്ചിക്കറി, സാമ്പാർ, മീൻ കറി, ഏതിനും ഉലുവാപ്പൊടി ഒരു മിതമായ നിരക്കിൽ ഒരുപാട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കയ്പ്പാവും അല്ലേ. കറികൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കയ്പ്പുണ്ടാവും. അതുകൊണ്ട് കുറേശ്ശെ മാത്രമേ ചേർക്കാവുള്ളൂ ഉലുവാപ്പൊടി, വളരെ കുറച്ച് മാത്രം. പിന്നെ ഞാൻ മക്കൾക്കൊക്കെ ഇതുപോലെ വയറുവേദന, ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന ഉണ്ടല്ലോ, അതിന് ഞാൻ ഉലുവ ഒരു പരിധി വരെ കൊടുക്കാറുണ്ട്, ഉലുവ വെള്ളം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ ഉലുവ ഒന്ന് വറുത്തിട്ട് അത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് സ്റ്റൗവിലിട്ടൊന്ന് ഒരു പാനിൽ എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ചെറിയ ചൂടോടെ ഈ ആർത്തവ സമയത്ത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വയറുവേദനയ്ക്ക് നല്ലൊരു ശമനമാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ കറുപ്പിനും മുടി നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിടക്കാനും ഈ ഉലുവ നല്ലൊരു മരുന്നാണ് കേട്ടോ. അങ്ങനെ ചെയ്തു നോക്കാറുണ്ട്. പിന്നെ അതേപോലെ ഉലുവ കുതിർത്തതും, കറ്റാറവാഴ, അതേപോലെ ചെമ്പരത്തിയില, ഇതൊക്കെ നന്നായിട്ട് അരച്ച് നമ്മുടെ മുടിയിൽ തേക്കുന്നതും തലമുടി വളരാനും ഒക്കെ നല്ലൊരു മരുന്നാണ്. ഞാനത് കൂടെയൊക്കെ വീട്ടിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ മുടിക്കുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തലയ്ക്ക് തണുപ്പിന് ഈ ഉലുവ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉലുവ ചോറ് ഞാൻ വയ്ക്കാറുണ്ട്. കുറച്ച് അരിയും ഉലുവയും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ഒരു കുക്കറിലിട്ടിട്ട് അത് ഒരു നികന്ന് കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം വെച്ചിട്ട് ചോറ് വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉലുവ കഞ്ഞി, അതും ഇതുപോലെ ഉലുവയും ഒരു ഗ്ലാസ് അരിക്ക് 2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ട് ഒരല്പം തേങ്ങാപ്പാലും ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന സംഭവം തന്നെയാണ്. പറഞ്ഞതുപോലെ മിതമായ അളവിൽ മാത്രം ഉലുവ കഴിക്കുക. കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗുണത്തിന് പകരം ദോഷമായിട്ടായിരിക്കും വരിക. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ഉലുവ അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്